എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് വെറും 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സ്പോഞ്ച് പോലുള്ള ഒരു അപ്പവും അതിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കിഴങ്ങ് കറിയുടെ റെസിപ്പിയുമാണ് പരിചയപ്പെടാൻ പോകുന്നത്. 10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കിഴങ്ങ് കറിയുടെ റെസിപ്പിയാണിത് കേട്ടോ. ഈ കിഴങ്ങും സവാളയും ഒന്നും വഴറ്റുക ഒന്നും വേണ്ട, എല്ലാം കൂടെ ഒന്നിച്ച് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു കറിയാണിത് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. എങ്കിലും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. 240 ml കപ്പിലാണ് അളന്നെടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ ഈ അപ്പത്തിന് നല്ലൊരു സ്വാദുണ്ടാകും. അത് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ആട്ട അളന്നെടുത്ത അതേ കപ്പിൽ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മിക്സിയിൽ പറ്റി പിടിക്കാതിരിക്കും. ഇനി ഇത് നല്ലതായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മളിത് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബൗളിലോട്ട് മാറ്റാം. ഇതുപോലെ ഇത്രയും ലൂസായിട്ടുള്ളൊരു മാവാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇത് നമുക്ക് അരച്ചിട്ട് അപ്പോൾ തന്നെ ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ അപ്പത്തിനൊപ്പം കഴിക്കാൻ ഒരു കറിയും കൂടെ തയ്യാറാക്കുന്നുണ്ട്. അതുകൊണ്ട് കറി ഉണ്ടാക്കിയതിന് ശേഷം നമുക്കത് ചുട്ടെടുക്കാം. ഞാൻ ഇതുപോലെ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലൊരു സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. കുക്കറിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 2 ചെറിയ പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 3 വെളുത്തുള്ളി അത് നെടുകയെന്ന് പിളർച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ കഷ്ണം കറുവപ്പട്ട, 3 ഗ്രാമ്പു, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടുണ്ടല്ലോ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് 1.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ വെയിറ്റും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് സ്റ്റൗ കത്തിച്ച് കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ട് 2 വിസിലടുപ്പിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് വേകുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. കൂടാതെ നമ്മളിതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമല്ലിയുടെ പൊടിയാണ് കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടെ ചേർക്കാം. വലിയ ജീരകമാണ് കേട്ടോ. ഇനി ഇതിലോട്ടൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത അരപ്പ് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് 2 വിസിലടുപ്പിച്ച് നമ്മൾ വേവിച്ചെടുത്തു. ഇപ്പോൾ ഇതിലെ പ്രഷറെല്ലാം മാറിയിട്ടുണ്ട്. നമുക്കൊന്ന് തുറക്കാം. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. ഉരുളക്കിഴങ്ങ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇനി ഇതിലോട്ട് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഒരു സാധനവും ഇതിലോട്ട് വഴറ്റിയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അരപ്പ് ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുത്തു. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് ഇളക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. കറക്റ്റായിട്ടുണ്ട്, ഇത്രയും മതി കേട്ടോ. ഇനി ലാസ്റ്റിൽ നമ്മൾ ഒരു സാധനം കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ്.
ഈ പൗഡറും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉണ്ടല്ലോ സ്റ്റൗ കത്തിച്ച് നമുക്ക് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. സ്റ്റൗ കത്തിച്ച് നമ്മൾ സ്റ്റൗവിലോട്ട് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. നല്ലതായിട്ട് ഇളക്കി കൊടുത്തൊന്ന് തിളപ്പിക്കണം കേട്ടോ. ഇപ്പം എന്താ നോക്കിക്കേ, ഇതൊന്ന് തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടി ഒന്ന് കുറുകും. ഇതാ കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ടുണ്ട്. നല്ലതായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. കടുക് താളിച്ചതാണ്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണിത്. പക്ഷെ നല്ല കിഡിലും ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരിക്കലും ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇതേ രീതിയിൽ തന്നെ കറി ഉണ്ടാക്കി കഴിക്കും. അത്ര നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. ഇത് നമുക്ക് ചപ്പാത്തി, പൂരി, അപ്പം ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ കറി നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഈ അപ്പത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിലോട്ടുണ്ടല്ലോ 2 നുള്ളു സോഡാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് അരച്ചെടുത്തിട്ട് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് അപ്പോൾ തന്നെ നമുക്കിത് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. കറി തയ്യാറാക്കേണ്ടത് കൊണ്ടാണ് നമ്മളിത് മാറ്റി വെച്ചത്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. സ്റ്റൗ കത്തിച്ച് നമ്മൾ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ലതായിട്ട് ഹോൾസൊക്കെ വന്നൊരു 3/4 ഭാഗത്തോളം വെന്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഞാൻ നോക്കിക്കേ, അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലത്തെ അപ്പമാണ്. നല്ലതായിട്ട് ഹോൾസൊക്കെ വന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റും സ്പോഞ്ചിയുമായിട്ടുള്ള ഗോതമ്പ് പൊടി കൊണ്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. തിരക്കുള്ള സമയങ്ങളിലൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ കിഴങ്ങ് കറിയും പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ അപ്പവും കിഴങ്ങ് കറിയും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.